അല്ല, നമ്മളിപ്പോൾ അതിങ്ങനെ പറഞ്ഞു പോകുന്നതല്ലാതെ ഇപ്പോൾ BNS പ്രകാരം 66E ആണ് ആ വകുപ്പ്. അത് സ്വകാര്യതയെ തടസ്സപ്പെടുത്തുന്ന പ്രവൃത്തികൾക്കെതിരായിട്ടുള്ള ഒരു നടപടി എടുക്കാൻ കഴിയുന്ന ഒരു വകുപ്പാണ്. അപ്പോൾ അങ്ങനെ ഒരു വകുപ്പുണ്ട്. അതിൻ്റെ പേരിൽ നിയമ നടപടിയിലേക്ക് പോകാം എന്ന് ഈ വന്നിരിക്കുന്ന ആളുകൾക്കൊന്നും യാതൊരു താല്പര്യം. നമ്മളൊരു നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മൾ എങ്ങനെ നമ്മൾ പോകണം, ഏത് ഭാഗത്തുകൂടി നമ്മൾ ഓവർടേക്ക് ചെയ്യണം, ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്കൊരു തോന്നലും കാര്യങ്ങളൊക്കെ ബോധ്യമുണ്ടല്ലോ. അത് സാധാരണ വളരെ കോമൺ നോളജാണല്ലോ. അത്തരത്തിലുള്ളൊരു കോമൺ നോളജിലേക്ക് ഇതിനെ കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. കാരണം നമ്മളൊരു സ്ഥലത്ത് എത്തിച്ചാൽ ഏത് പരിധിവരെ നമുക്ക് പോകാം, എങ്ങനെ പെരുമാറാം എന്നുള്ളതിനെക്കുറിച്ച് അത് നിയമപരമായി തന്നെ നമ്മൾ അങ്ങനെ മാറാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കേവലം സിവിക് സെൻസ് മാത്രമല്ല, അതും കൂടി ഉണ്ട് എന്നൊരു തോന്നലിലേക്ക് ഇവർക്ക് എത്തിയേ മതിയാവുള്ളൂ. ഇവിടെ വളരെ കൃത്യമായി അത് റാവു പറഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രണ്ട് തരത്തിലും. ഒന്ന്, നമ്മൾ ഉൾപ്പെടെ നമ്മളിപ്പോൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ എന്ന് പറയും വിഷ്വൽസ്, ഏതെങ്കിലും തരത്തിലുള്ള വിഷ്വൽസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനൊരു കമേഴ്ഷ്യൽ വാല്യൂ കൂടി ആഡ് ചെയ്യപ്പെടുന്ന ഒരു സമയമാണ്, അല്ലേ? ഏത് തരത്തിലുള്ള വിഷ്വൽ നിങ്ങൾ എന്തെടുത്തു കഴിഞ്ഞാലും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഡോളർ കിട്ടും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെ പരമാവധി യൂട്ടിലൈസ് ചെയ്യാൻ ആളുകൾ ശ്രമിക്കുന്നതിന് നമുക്കൊന്നും പറയാൻ കഴിയില്ല. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അങ്ങനെ ഒരു യാഥാർത്ഥ്യത്തിൽ നിൽക്കുമ്പോൾ അതിൽ നമ്മൾ എങ്ങനെ അതിനകത്ത് ഒരു ഡെക്കോറം കൊണ്ടുവരണം എന്നത് സംബന്ധിച്ച് നിയമപരമായും അല്ലാതെയും ഒക്കെയുള്ള ചില ആലോചനകൾ ആവശ്യമാണ്. അതിനകത്ത് തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുന്നത് നടത്തിപ്പുകാർക്ക് അതിനകത്തൊരു റോളുണ്ട്. ഈ നിയമം വെറുതെ ഉണ്ടാക്കി വെച്ചതല്ല, ആ നിയമം ലംഘിക്കുന്നവർക്കെതിരെ നടപടി. ഇപ്പോൾ ചന്തു അവിടെ ആ പൊട്ടിത്തെറിച്ചതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അതേ കണ്ടുള്ളൂ. മറ്റൊരു അവസരത്തിൽ ചിലപ്പോൾ അതൊരു സംഘർഷത്തിലേക്ക് വരെ പോകാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ പോയിക്കൂടാകില്ല. ഈ പറഞ്ഞതുപോലെ അവിടെ വരുന്ന ആളുകൾ മുഴുവൻ സലിം കുമാറിനെ സ്നേഹിക്കുന്നവരും ആദരാഞ്ജലികൾ വളരെ ആത്മാർത്ഥമായി ആദരമർപ്പിക്കാൻ വരുന്നവരും മാത്രമൊന്നുമില്ല. ഈ വരുന്ന താരങ്ങളെ കാണാൻ, അതുപോലെ തന്നെ അവരുടെ എന്താ പറയുക പല തരത്തിലുള്ള ഷോർട്സ് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ. ഇപ്പോൾ നോക്കൂ, ഈ വരുന്ന ആളുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, ധാരാളം ഇതുപോലുള്ള ഓൺലൈൻ ചാനലുകളിൽ സലിം കുമാറിനെ അവസാനം കാണാൻ വരുന്ന പൃഥ്വിരാജ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുറച്ച് ഷോർട്സ്, അല്ലെങ്കിൽ വേറെ ഇത് മാത്രമാണ്. അല്ലാതെ സലിം കുമാറിനോടുള്ള വലിയ സ്നേഹവും ആദരവും മാത്രമല്ല, അതിനു വേണ്ടി കൂടി. അപ്പോൾ ഇത് ചൂഷണവും കൂടിയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത്. ആ ചൂഷണം കൂടി നടക്കുന്ന സമയത്ത് അതിനെതിരായിട്ടുള്ളൊരു ജാഗ്രത ഉണ്ടാക്കുക എന്നുള്ളത് അതിൽ വളരെ പ്രധാനമാണ്. ഈ ഫിലിം പ്രൊമോഷനിൽ ഇപ്പോൾ വരുത്തിയിട്ടുള്ള ഒരുപാട് സംഗതികൾ, അവിടെ വരുന്ന എന്തും ഫിലിം പ്രൊമോഷൻ്റെ ഇതിൽ നടക്കുന്ന എന്തും, അത് ഫിലിം പ്രൊമോഷൻ മാത്രമല്ല കേട്ടോ. ഒരു ഘട്ടത്തിലൊക്കെ നമ്മൾ കണ്ടത് ചില ചാനലുകൾ ലോഞ്ച് ചെയ്യുന്ന സ്ഥലത്ത് പോലും സമാനമായ രീതിയിൽ പ്രൊമോഷണൽ മെറ്റീരിയൽസ് ഇപ്പോൾ വന്നു തുടങ്ങി. രാഷ്ട്രീയക്കാർ എല്ലാവരും ഒരുതരം അത് ചില കിളികളുടെ പേരുള്ള യൂട്യൂബ് ചാനലുകൾ, അത് തന്നെ കിളികളുടെ പേരുള്ള യൂട്യൂബ് ചാനലുകളിലൂടെ അവരെ ക്ഷണിച്ചു വരുത്തിയിട്ടാണല്ലോ ഇത് പലരും ചെയ്യുന്നത്. അതും കൂടി കാണണോ? രാഷ്ട്രീയക്കാർ ഉൾപ്പെടെ അവരെ ക്ഷണിച്ചു വരുത്തുന്നു, എന്നിട്ട് അങ്ങനെ കൊടുക്കുന്നു. എന്നിട്ട് അതേ ആൾക്കാർ ഇവരിലാരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ആ മരണസ്ഥലത്ത് പോയിട്ട് അതേപോലെ ബിഹേവ് ചെയ്യുമ്പോൾ അത് വലിയ പ്രശ്നം. അപ്പോൾ ആ ഒരു സംഗതികൾ നമ്മൾ കാണണം. ഈ പറയുന്ന എല്ലായിടത്തേക്കും, കല്യാണമാകട്ടെ, മറ്റെന്തെങ്കിലും പരിപാടിയാവട്ടെ, മരണമാകട്ടെ, ഇത്തരം ക്രൗഡ് ഉൾപ്പെടുന്ന ഏത് സന്ദർഭത്തിലും വന്ന് ഇത്തരം വിഷ്വൽസ് എടുക്കാനുള്ള ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിനെ പരമാവധി ദുരുപയോഗപ്പെടുത്തുകയും ചൂഷണം ചെയ്യുന്ന രീതിയുണ്ട്. ആ രീതിക്ക് എങ്ങനെ അതിനെ മാറ്റിക്കൊണ്ടുവരണം എന്നുള്ള കാര്യത്തിൽ വളരെ ഗൗരവമായ ആലോചന ആവശ്യമാണ്.